ഖാദി ബോർഡ് സെക്രട്ടറി കെ രതീഷ് രാജിവെച്ചു. കശുവണ്ടി അഴിമതി കേസിൽ കഴിഞ്ഞ ദിവസം കോടതി രൂക്ഷ വിമർശനം വരുത്തിയതിന് പിന്നാലെയാണ് രതീഷിനോട് രാജിവെക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. നേരത്തെ കശുവണ്ടി കോർപ്പറേഷനിലായിരുന്നു ഈ രതീഷ് ഉണ്ടായിരുന്നത്. രതീഷ് ഇപ്പോൾ ഖാദി ബോർഡിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഖാദി ബോർഡിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് രതീഷിനോട് രാജിവെക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. സുനിൽ ഐസക് വിവരങ്ങളുമായി ചേരുന്നത്. സുനിൽ ഐസക്, ഈ രതീഷ് ആർ ചന്ദ്രശേഖരന്റെ ബന്ധുവല്ലേ? ഇയാളിപ്പോൾ ഖാദി ബോർഡിലായിരുന്നു. നിലവിൽ 3 സുപ്രധാനമായ ചുമതലകളായിരുന്നു കെ രതീഷ് ഉണ്ടായിരുന്നത്. ഒന്ന് ഖാദി ബോർഡിന്റെ സെക്രട്ടറി, മറ്റൊന്ന് റൂട്രോണിക്സിന്റെ MD, മറ്റൊന്ന് ഖാദി ബോർഡ് ക്ഷേമനിധിയുടെ ചെയർമാൻ. ഈ 3 പദവികളിൽ നിന്നും രതീഷ് ഒഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രതീഷിനോട് പദവികൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജി. നമുക്കറിയാവുന്ന പോലെ തന്നെ കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI ഹൈക്കോടതിയിൽ രതീഷും ചന്ദ്രശേഖരനും അടക്കമുള്ള ആളുകൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റപത്രത്തിൽ വിചാരണയിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. വിചാരണ ഉടൻ തന്നെ തുടങ്ങാനിരിക്കുന്നു. അങ്ങനെ തുടങ്ങാനിരിക്കുന്ന ഘട്ടത്തിലും സർക്കാരിന്റെ ഏറ്റവും സുപ്രധാനമായ പദവികളിൽ എങ്ങനെ ഇതുപോലൊരാൾ ഇരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി രതീഷിനോട് രാജിവെച്ച് ഒഴിയാൻ ആവശ്യപ്പെട്ടത്. നമുക്കറിയാവുന്ന പോലെ നേരത്തെ കശുവണ്ടി വലിയ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടിയ വിലയ്ക്ക് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുകയും അതുവഴി ഏതാണ്ട് 18 കോടിയിലധികം രൂപയുടെ നഷ്ടം കശുവണ്ടി വികസന കോർപ്പറേഷന് വരുത്തിവെക്കുകയും ചെയ്തുവെന്ന കേസിൽ അന്നത്തെ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ MD കൂടിയായിരുന്ന രതീഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ആ കേസിലെ 1ാം പ്രതിയാണ് നിലവിൽ രതീഷ്. 2ാം പ്രതി INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ചന്ദ്രശേഖരനാണ്. ഇവർക്ക് രണ്ടുപേരെയും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കോടതി വലിയൊരു വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ രതീഷ് ഈ 3 സ്ഥാനങ്ങളും രാജിവെച്ചിരിക്കുന്നു. ശരി, കെ രതീഷ് ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് രാജി. നേരത്തെ കശുവണ്ടി അഴിമതി കേസിൽ പ്രതിയേർക്കപ്പെട്ടതാണ് കെ രതീഷ്.